സന്യാസിമാർ നദീതീരങ്ങളിലേക്ക് ആചാരപരമായ ഘോഷയാത്ര നടത്തി സ്നാനം നിർവഹിക്കുന്ന ഷാഹി സ്നാനാണ് മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. പ്രത്യേക ജ്യോതിശാസ്ത്ര വിന്യാസങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന മഹാകുംഭമേളയുടെ സമയമാണ് ഏറ്റവും പ്രധാനം. ഒരു ഭാഗത്ത് പ്രാകൃതമെന്ന് വിമർശകർ പോലും പറയുന്ന വസ്ത്രം പോലുമില്ലാത്ത ആത്മീയതയുടെ വക്താക്കളെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ മറുഭാഗത്ത് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആഘോഷം കൂടിയാണ് കുംഭമേള. ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മേളയുടെ ഭാഗമായിട്ടുണ്ട്. 11 ഇന്ത്യൻ ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ പ്രാപ്തമായ ചാറ്റ് ബോട്ടുകളുടെ സേവനം കുംഭമേളയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി 5500 കോടി രൂപയുടെ വികസനമാണ് പ്രയാഗ്രാജിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തിയത്. 2100 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൊത്തം 10,000-ഓളം കോടി രൂപ രാജ്യം ഇവിടെ ചെലവിടുന്നുവെന്ന് ചുരുക്കം. പക്ഷേ ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ നിന്ന് തിരിച്ചു കിട്ടുന്നതെന്നാണ് വസ്തുത. ഹോട്ടൽ ട്രാവൽസ് മേഖലയിൽ 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ ഒരു മേളയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഹോട്ടലുകൾക്കുള്ള സ്ഥലങ്ങളെല്ലാം ലേലത്തിലാണ് തീരുമാനമാകുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ വരുമാനം ലഭിക്കുന്നത്. IRTCയുടെ ഒരു ടെന്റിന് അവർ ഈടാക്കുന്നത് 6,000 രൂപയാണ്. 20,000 രൂപ മുതൽ 1,00,000 രൂപ വരെ വിലമതിക്കുന്ന ആഡംബര ടെന്റുകൾ വരെ ഗംഗാ യമുന തടങ്ങളിലുണ്ട്. ഇതിലൂടെയൊക്കെ കോടികളുടെ നികുതി വരുമാനവും സർക്കാരിന് ലഭിക്കുന്നു.